ഇത്രയും വീടുകൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് നൽകിയിട്ടും അവർ ഈ ഷെഡാണ് കണ്ടിട്ടുള്ളത്. അത് നമസ്കാരം. നമ്മളിന്നുള്ളത് താഴേക്കോട് പഞ്ചായത്തിലാണ്. മലപ്പുറം ജില്ലയിലെ താഴേക്കോട് പഞ്ചായത്തിലാണ്. 8ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. നമ്മുടെ 13ാം വാർഡിന്റെ അതിർത്തി പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ നമുക്ക് സുപരിചിതരാണ്. അതുപോലെ തന്നെ നാഫി, ഇദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കൂടിയുണ്ട്. ഇദ്ദേഹത്തിന്റെ വെല്ലിപ്പ അതിന്റെ മുമ്പ് ഇവിടെ മത്സരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്ന് ചോദിച്ചറിയാം. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 8ാം വാർഡിൽ നിന്നും അലുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഞാൻ ജനവിധി തേടുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 5 വർഷ കാലയളവിൽ നമ്മുടെ ഷിജില മെമ്പർ വളരെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 കോടിയോളം രൂപ വരുന്ന വലിയ ഒരു വികസനം തന്നെ നമ്മൾ ഈ വാർഡിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച വേണം. അതുപോലെ തന്നെ ഇനി ഏത് രൂപത്തിലാണ് നമ്മുടെ വാർഡിൽ ബാക്കിയുള്ള വികസനങ്ങൾ നടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് അത് കൃത്യമായി നടപ്പാക്കാനുള്ളൊരു ശ്രമം നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകും. പഞ്ചായത്ത് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്തവർക്ക് വീട് നൽകുക, അതുപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അത് 1000-ഓളം അപേക്ഷകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ പുനർപരിശോധന ഇതൊക്കെ നടത്തി കഴിഞ്ഞ് കുറെ ആളുകൾ വീട് വെച്ച് പോയ താമസം മാറിയ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അപേക്ഷിച്ച് 800 ചില്ലാനം ആളുകൾ ഉണ്ടായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഫുള്ള് ആളുകൾക്കും നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി വീട് നൽകി. ലൈഫിൽ 849ഓളം കുടുംബങ്ങൾക്കാണ് ലൈഫ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രദേശമുണ്ട്, കുന്നുമ്മൽ ഗ്രാമം. ആ പ്രദേശത്ത് ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലണ സമയത്ത് 5 വർഷം മുന്നേ വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലണ സമയത്തും ചെറിയ ഷെഡുകളിലാണ് താമസിച്ചിരുന്നത് അന്ന്. അപ്പോൾ ഇപ്പോൾ ഈ ഞാൻ മെമ്പറായ ശേഷം ആണ് അവിടെ ആകെ 14 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. ആ 14 കുടുംബങ്ങളിൽ 9 കുടുംബങ്ങൾക്കും പുതിയ ലൈഫ് മിഷൻ വഴി വീട് നൽകിയിട്ടുണ്ട്. ആ പ്രദേശത്ത് എന്തായാലും MLA ഒക്കെ വന്നുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ടായി. അത് ഈ ലോകം മുഴുവന് ഒരു വാർത്തയായ ഒരു സംഭവമാണ്. അപ്പൊ അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് ഇത്രയും വീടുകൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് നൽകിയിട്ടും അവർ ഈ ഷെഡാണ് കണ്ടിട്ടുള്ളത്. അത് അവര് വോട്ട് ചോദിക്കുന്ന കാലത്തും അവര് ഭരണത്തിലിരിക്കുന്ന കാലത്തും MLA മന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തും ഇരുന്നിരുന്ന ഷെഡുകളാണ്. അവരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് 10 കൊല്ലം അവര് ഭരിച്ചപ്പോ ഒരു വീട് പോലും അവർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ വന്നിട്ടാണ് അവിടെ നമ്മുടെ ഭരണസമിതി വന്നിട്ടാണ് അവിടെ 9 വീടുകൾ, പുതിയ ലൈഫിന്റെ വീടുകൾ, നല്ല രീതിയിലുള്ള വീടുകളാണ് അവർ കയറ്റിയിട്ടുള്ളത്.